തിരുവനന്തപുരത്ത് രാഹുൽ ഈശ്വറിന്റെ അറസ്റ്റ് നടന്നത് സൈബർ അധിക്ഷേപ പരാതിയിലാണ് രാഹുൽ ഈശ്വറിന്റെ ഇപ്പോൾ അറസ്റ്റ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. ഗുരുതരമായ വകുപ്പുകൾ കൂടി ചുമത്തിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഇനി ജാമ്യം ലഭിക്കൽ സാധ്യത കുറവ് അല്ലെങ്കിൽ സാധ്യത കുറയുന്നു എന്നതാണ് മനസ്സിലാക്കുന്നത്. ഇന്ന് തന്നെ ഇനി മജിസ്ട്രേറ്റിന് മുന്നിലേക്ക് കൊണ്ടുപോകുമോ എന്നതും അറിയില്ല. ഏതായാലും ഇപ്പോൾ ഒരു വീഡിയോയൊക്കെ രാഹുൽ ഈശ്വറിന്റെ ഭാഗത്തുനിന്ന് സോഷ്യൽ മീഡിയയിൽ പങ്കുവച്ചിട്ടുണ്ട് എന്ന് മനസ്സിലാക്കുന്നുണ്ട്. റിനു ശ്രീധർ വിശദാംശങ്ങൾ നൽകും. റിനു, കസ്റ്റഡിയിലെടുത്ത സമയത്തെ വീഡിയോയൊക്കെ ഇതിനിടയിൽ പങ്കുവച്ചിട്ടുണ്ട് രാഹുൽ ഈശ്വർ. എന്താണ് ആ വീഡിയോയിലുള്ളത്? ഗൂഗിൾ ഏകദേശം 15 മിനിറ്റുകൾക്ക് മുമ്പാണ് രാഹുൽ ഈശ്വർ ഇത്തരത്തിലുള്ളൊരു വീഡിയോ അദ്ദേഹത്തിന്റെ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമിൽ പ്രസിദ്ധീകരിച്ചിട്ടുള്ളത്, ഫേസ്ബുക്കിൽ പ്രചരിപ്പിക്കുന്നത്. കസ്റ്റഡിയിൽ എടുക്കുന്ന സമയത്ത് പോലീസ് ഉദ്യോഗസ്ഥരുമായി രാഹുൽ ഈശ്വർ സംസാരിക്കുന്ന വീഡിയോയാണ് അത്. അതിൽ അദ്ദേഹം പറയുന്നുണ്ട്, എനിക്ക് 7 മണിക്ക് ഒരു ചർച്ചയ്ക്ക് പോകേണ്ടതായിട്ടുണ്ട്, അതുകൊണ്ട് നേരത്തെ വരാൻ കഴിയുമോ ഉദ്യോഗസ്ഥരോട് ചോദിക്കുന്നുണ്ട്. അഭിഭാഷകനെ ഏർപ്പെടുത്തേണ്ടെന്ന ആവശ്യമുണ്ടോ എന്നതടക്കമുള്ള കാര്യങ്ങൾ പറയുന്നുണ്ട്. തുടർന്ന് ഏറ്റവും ഒടുവിൽ അദ്ദേഹം പറയുന്നത് തന്നെ പേടിപ്പിക്കുവാൻ വേണ്ടി ശ്രമിക്കുകയാണ്. ഒപ്പം ആ വീഡിയോയിൽ തന്നെ പറയുന്നത് തന്നെ കസ്റ്റഡിയിൽ എടുത്ത അറസ്റ്റ് ഉൾപ്പെടെയുള്ള കടുത്ത നടപടികളിലേക്ക് പോവുകയാണെങ്കിൽ ഈ വീഡിയോ പ്രചരിപ്പിക്കും, സോഷ്യൽ മീഡിയ വഴി പ്രചരിപ്പിക്കുമെന്നാണ് ആ വീഡിയോയിൽ പറയുന്നത്. ആ വീഡിയോ സന്ദേശമാണ് ഇപ്പോൾ അറസ്റ്റ് രേഖപ്പെടുത്തി കൂടുതൽ നോൺ ബെയിലബിൾ ഒഫൻസ് കൂടി ആഡ് ചെയ്തതിന്റെ അടിസ്ഥാനത്തിൽ ഇപ്പോൾ 15 മിനിറ്റ് മുമ്പ് അദ്ദേഹത്തിന്റെ സോഷ്യൽ മീഡിയ പേജിൽ ഇപ്പോൾ പ്രസിദ്ധീകരിച്ചിട്ടുള്ളത് എന്നാണ്. അതിൽ കൃത്യമായി തന്നെ ഉദ്യോഗസ്ഥരോട് പറയുന്നുണ്ട്, ഉദ്യോഗസ്ഥർ പറയുന്നുണ്ട് തങ്ങളുടെ വാഹനത്തിൽ വന്നാൽ മതി എന്ന അടക്കമുള്ള അനുമതി ഉദ്യോഗസ്ഥർ അദ്ദേഹവുമായി സംസാരിക്കുന്നതും ആ വീഡിയോയിൽ കൃത്യമാണ്. എന്തായാലും നിലവിൽ ഇപ്പോൾ രാഹുൽ ഈശ്വറിന്റെ അറസ്റ്റ് ഔദ്യോഗികമായി രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഈ കൂടുതൽ വകുപ്പ് ആഡ് ചെയ്തതുകൊണ്ട് തന്നെ, അതായത് ജാമ്യമില്ലാ വകുപ്പ് ആഡ് ചെയ്തതുകൊണ്ട് തന്നെ അദ്ദേഹത്തെ മജിസ്ട്രേറ്റിന്റെ മുന്നിൽ ഹാജരാക്കും. BNS 75(3) വകുപ്പാണ് ഇപ്പോൾ ആഡ് ചെയ്തിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ മജിസ്ട്രേറ്റിന്റെ ഏതായാലും ആ വീഡിയോയാണ് ഇപ്പോൾ പ്രേക്ഷകർ കാണുന്നത്. പോലീസുകാർ വീട്ടിലെത്തിയ സമയത്ത് രാഹുൽ ഈശ്വർ തന്നെ പകർത്തിയ ആ വീഡിയോ ആണ് ഇപ്പോൾ അല്പസമയം മുമ്പ് സോഷ്യൽ മീഡിയയിൽ പങ്കുവച്ചത്. ഈവൻ ഇഫ് ഐ അറസ്റ്റഡ് മൈ ഫൈറ്റ് ഫോർ മെൻ ആൻഡ് ട്രൂത്ത് ആൻഡ് ജസ്റ്റിസ് വിൽ കണ്ടിന്യൂ എന്ന് പറഞ്ഞിട്ടാണ് ഈ വീഡിയോ പോസ്റ്റ് ചെയ്തിരിക്കുന്നത്. ഏതായാലും പുരുഷന്മാർക്ക് വേണ്ടിയുള്ള പോരാട്ടം എന്നതാണ് ഈ അധിക്ഷേപകരമായ വീഡിയോയ്ക്കെല്ലാം ഉള്ള ന്യായീകരണമായി രാഹുൽ ഈശ്വർ നിരത്തുന്നത്. പക്ഷേ അത് അതിജീവിതയുടെ സ്വകാര്യത അല്ലെങ്കിൽ അവരുടെ ഐഡന്റിറ്റി വെളിപ്പെടുത്താനൊന്നും അയാൾക്ക് അധികാരം നൽകുന്നില്ല. ആ വീഡിയോയുടെ ചില ഭാഗം കൊണ്ടുപോവാണ്. അതിനുവേണ്ടിയാണ് ഇവർ വന്നത്. എൻ്റെ ലാപ്ടോപ്പൊക്കെ ചോദിച്ചിട്ടുണ്ട്, ഞാൻ ഇപ്പം തന്നെ എടുത്ത് മാറ്റട്ടെ. അപ്പോൾ ഇതാണ് യഥാർത്ഥത്തിൽ, അതായത് എന്താ പരാതിയെന്നും കാര്യങ്ങളും അറിയില്ല. ഞാൻ അഥവാ തിരിച്ചെത്തിയില്ലെങ്കിൽ ഈ വീഡിയോ അപ്ലോഡ് ചെയ്യുന്ന 7 മണിക്കോ 8 മണിക്കോ ഒക്കെ നമ്മുടെ ഇതിൽ ചർച്ചയുണ്ട്. അപ്പോൾ തിരിച്ച് വന്നില്ലെങ്കിൽ ഇത് അപ്ലോഡ് ചെയ്യും. ഇതെന്താ അറിയോ, ചുമ്മാ പേടിപ്പിക്കാൻ നോക്കുകയാണ്. നമുക്ക് എന്തായാലും കാണാം. അപ്പോൾ എന്നെ അറസ്റ്റ് ചെയ്യുമോയെന്ന് എനിക്ക് സംശയമുണ്ട്. നമുക്ക് എന്തായാലും കാണാം. തിരിച്ചിന്ന് എത്താനാവില്ലെന്ന് ഉറപ്പായപ്പോഴാണോ ഈ വീഡിയോ പോസ്റ്റ് ചെയ്തതെന്ന് അറിയില്ല. ഏതായാലും അല്പസമയം മുമ്പ് മാത്രമാണ് ഈ വീഡിയോ, മുമ്പ് ഷൂട്ട് ചെയ്ത വീഡിയോ പോലും രാഹുൽ ഈശ്വർ സോഷ്യൽ മീഡിയയിൽ പങ്കുവച്ചിരിക്കുന്നത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.